സമാധാനം. ഇവിടെ മുഴുവൻ ഉദിച്ചിരിക്കുന്നു മാന്ത്രിക ചെരണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒന്നും തൊടാൻ കഴിയാത്ത. ഈ നീല് തിരിച്ചു വരൂടാ, അന്ന് നിന്റെ അന്ത്യമായിരിക്കും. നീയും നിന്റെ കൂട്ടാളികളും ചെയ്തത് ഒരിക്കലും മറക്കില്ല ഞാൻ. എടാ, നിനക്കറിയോടെ എന്റെ ഭാര്യ ചന്ദ്രമുഖി, അവളെന്നെ ഒന്നിനും സമ്മതിക്കില്ല. കള്ളു കുടിക്കാനും സമ്മതിക്കില്ല, ഇരിക്കാനും സമ്മതിക്കില്ല, നിൽക്കാനും സമ്മതിക്കില്ല. വിഷമിക്കല്ലേ ചേട്ടാ, എല്ലാവിടെയുള്ള അവസ്ഥ ഇത് തന്നെ. മോളോ, അച്ഛന് കുറച്ച് സമാധാന താടി എവിടെയെങ്കിലും. ഇതെന്തൊക്കെയാ ചേട്ടാ പറയുന്നത്? മോള് ചെല്ല്, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മോള് വിഷമിക്കല്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. അല്ല, മോളുടെ കാലിതോടാ. ചന്ദ്രമുഖി, ഓടിക്കോ, നോക്കി നിൽക്കാതോടെ രക്ഷപ്പെടാം. എന്നെ പറ്റിച്ച എല്ലാ സത്യങ്ങളും ഇവരെ അറിയിക്കാമോ? അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീ എന്ത് കരുതി ആ കുപ്പിക്കുള്ളിൽ നിന്ന് നീ രക്ഷപ്പെട്ടത് ഞാൻ അറിയില്ലെന്നോ? ഇപ്രാവശ്യം നിന്നെ കുപ്പിക്കുള്ളിൽ മാത്രമല്ല, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? നീ നോക്കിക്കോ. കണ്ടോ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ല ചുക്കി. നിന്നോട് എന്ത് തെറ്റാ ഞങ്ങളൊക്കെ ചെയ്തേ? ഞങ്ങൾ എന്തിനാ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ചുക്കി മോൾ അങ്ങനെ എണീച്ച് പോയിട്ട് എന്താ പോലെ, എന്താണാവോ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പോയി നോക്കട്ടെ. നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ?
എപ്പോഴാണോ ചുക്കി മോള് വന്നത്? നീ കണ്ടോ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ല ചുക്കി. ഇതാരോടാ ചുക്കി മോള് സംസാരിക്കുന്നത്? നിന്നെ പോലുള്ള മനുഷ്യരെ എന്നെ ഇല്ലാതാക്കിയത്, അതുകൊണ്ട് ഒറ്റൊരാളെ ഞാൻ വെറുതെ വിടില്ല. അപ്പോഴേക്കും ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തിരിക്കും. അതും നിന്റെ ഈ ശരീരം വെച്ച്. നീ നോക്കിക്കോ. എന്റെ അനുവാദമില്ലാതെ നീ കുപ്പിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ, അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ച തീരെ ചുക്കി.